പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. തന്റെ പ്രബോധനങ്ങൾ കേട്ട് മണിക്കൂറുകളോളം കഴിയുന്ന ജനത്തിന് വിശന്നപ്പോൾ അവർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചു നൽകുന്ന ഈശോയാണ് നമ്മളിവിടെ കൃത്യമായും വ്യക്തമായും കാണുന്നത്. പന്തിയിൽ 5000-ഓളം പുരുഷന്മാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ജനാവലിയുടെ ഓർമ്മപ്പെടുത്തലാണ് അവിടെ. തുലോം തുച്ഛമായ അപ്പകഷ്ണങ്ങളെ എടുത്ത് 5000-ത്തിലധികം പുരുഷന്മാർ, അപ്പോൾ മറ്റുള്ള സ്ത്രീകളെയും കുട്ടികളും വേറെ ഉണ്ടാകാം, അവർക്കെല്ലാം നൽകി. അതിനോടൊപ്പം 12 കുട്ട നിറയെ ബാക്കി വെക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, കുറവുകളിൽ ക്രിസ്തുവിന്റെ സ്നേഹം ശക്തമാകും. കുറവുകളെ നിറവുകളാക്കാൻ പറ്റുന്ന സത്യമാണ് ക്രിസ്തു എന്ന് തിരിച്ചറിയണമെന്ന് ഈ സുവിശേഷം ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഇതുപോലെ ജീവിതത്തിൽ കുറവുകളുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികളുടെ അനുഭവങ്ങൾ ഉണ്ടാകാം, തീർന്നു പോയല്ലോ എന്ന് തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം, ശൂന്യമായല്ലോ എന്ന് തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. നമ്മുടെ ശൂന്യതകളിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിറയുമ്പോൾ കുറവുകൾ നിറവുകളാകും, കൃപ സമൃദ്ധിയായി മാറും. അതുകൊണ്ട് വരണ്ടു നിൽക്കുന്ന കൃപാ വഴികളിലൂടെ ജീവിക്കേണ്ടവരല്ല, മറിച്ച് കൃപയുടെ സമൃദ്ധിയുടെ ആഴങ്ങളിൽ വ്യാപരിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കൃപ കൂടുതൽ ആഴത്തിൽ സ്വന്തമാക്കുവാൻ തക്ക വിധത്തിൽ നിരന്തരം അവന്റെ സന്നിധിയിൽ അണയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക